മമ്മൂട്ടിയുടെ കളങ്കാവൽ നവംബർ 27-നാണ് റിലീസാവുന്നത്. ഒരുപാട് നാളായി മമ്മൂട്ടിയുടെ ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ട്. അപ്പോൾ ഇതില് വിനായകനും മമ്മൂട്ടിയുടെ കൂടെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. മമ്മൂട്ടി കമ്പനി ദ വെനം ഫിനിറ്റ് ക്യാൻ ബി സപ്രസ്ഡ് ഫോർ എവർ. SJ ഏതൻ അതാരാ? തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കോണം എന്ന ഗ്രാമം. കോട്ടായിക്കോണം. അവിടുത്തെ രണ്ട് യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായൊരു തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു മാറി. പിന്നീട് അത് നാട്ടിലെ രണ്ട് പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി മാറുന്നു. കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കഥ. തിരഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അത്യസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. വല്ലാത്തൊരു കഥയാണ്. ഇതിനൊരു അവസാനമല്ലോ സാറേ. ജിബിൻ ഗോപിനാഥ്, വിനായകൻ, പോലീസാണ് സാറേ. അവർ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ സമാധാനം തിരിച്ചു പോകണത്? സാറേ നമ്മൾ വിചാരിച്ചത്ര ബ്രില്യൻ്റ് അല്ലെന്നാണ് തോന്നുന്നത്. ഓ, ജിതിൻ കെ ജോസ്. ശരിയാവില്ല ജയകൃഷ്ണൻ. ഒരു ഹണ്ടിങ് BGM ആണല്ലോ ഉള്ളത്. ഹണ്ടിങ്ങിനെ ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴെന്നറിയോ? അയ്യവാ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അയ്യോ, റൗണ്ടിൽ പകട അറിയോ? കളം കാവൽ. മമ്മൂട്ടിനെ കാണിച്ചില്ല കേട്ടോ ട്രെയിലറിൽ. ദ വെയിറ്റ് മീറ്റ്സ് നവംബർ 27. അപ്പോൾ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ട്രെയിലർ അവസാനിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഒരു ത്രില്ലർ മൂഡ് സംഭവമാണ്. മമ്മൂട്ടി വേഴ്സസ് വിനായകനാണ്, ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം സംഭവം പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഉള്ള കോമ്പിനേഷൻ വരുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് കാണാൻ വെയിറ്റിംഗ് ആണ്. ജിതിൻ കെ ജോസ് ആണ് ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. നവംബർ 27-നാണ് സിനിമ റിലീസാവുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ ഒരുപാട് നാളായി ഒരു സിനിമ തിയേറ്ററിൽ റിലീസായിട്ട് മമ്മൂട്ടി കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും സജീവമായി തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ഒരു കിഡിലൻ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഫാൻസും നമ്മളും എല്ലാവരും വെയിറ്റിംഗ് ആണ്. മമ്മൂട്ടിനെ കാണിക്കുന്നില്ല, മമ്മൂട്ടിയുടെ ഒരു ഷാഡോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ പുള്ളി സിഗരറ്റ് വലിച്ചിട്ട് റൗണ്ടിൽ പുകവിടുകയാണ്. അപ്പോൾ പുള്ളി ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ് പുകവലിക്കുന്ന പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ റൗണ്ടിൽ പുകവിടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. അത് പഠിക്കുക തന്നെ വേണം. നോർമൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മളൊന്നും ശ്രമിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ റൗണ്ടിൽ പുകവിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യാം ഇതെങ്ങനെ സംഭവം ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.